ഇന്ന് നല്ല മലബാർ സ്റ്റൈലിലെ മുട്ട പപ്സ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ്. ബേക്കറി സ്റ്റൈലൊന്നും അല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ അതിനുള്ള മാവ് ഇച്ചിരി കുഴച്ചെടുക്കാം. ഒരു 250 ml ഞാൻ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ആദ്യമേ എല്ലായിടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. എണ്ണയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തട്ടെ. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെറും പച്ചവെള്ളത്തിൽ, സാദാ വെള്ളത്തിൽ അതിനെ കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കുഴച്ചെടുക്കാം. ഈ ചപ്പാത്തിക്കൊക്കെ അയക്കുന്ന പോലെ അല്ല, ഇത് പൂരിക്ക് അയക്കുന്ന പോലെ ഇച്ചിരി ടൈറ്റായിട്ട് കുഴച്ചെടുക്കണേ. പൂരിക്ക് നമ്മൾ ഓവർ സോഫ്റ്റ് ആക്കത്തില്ലല്ലോ, അതുപോലെ ഇച്ചിരി ടൈറ്റാക്കി കുഴച്ചാൽ മതി. ഒത്തിരി വെള്ളം ഒഴിച്ച് അങ്ങ് ഇതാക്കണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് യോജിച്ച് വരത്തക്ക രീതി കുഴച്ച് ഒന്ന് അയച്ചാൽ മതി. ഓവറായിട്ട് 5 മിനിറ്റ് ഒന്നും ഇട്ടിത് അയക്കല്ലേ. ഒന്ന് ടൈറ്റാക്കി ഇതുപോലെ കുഴച്ച് അവിടെ മാറ്റി വെക്കാം. ഇതുപോലെ ഇനി നമുക്ക് മസാലയ്ക്കുള്ള സംഭവം നോക്കാം. ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ചിക്കൻ വേവിച്ച്, ചുമ്മാ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് പിച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിലോട്ട് എണ്ണ ഒഴിച്ച് 2-3 ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ച് അത് ആദ്യം ഇട്ട് കൊടുത്ത് ആ 5 സവാളയും കണ്ടില്ലേ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലോട്ട് വെച്ചരിഞ്ഞാലും മതി. പക്ഷേ ഇതുപോലെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ കടിക്കും. ഇതാ അതിൻ്റെ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കേട്ടോ. ഇനി 2 പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ ഉപ്പ് ഇട്ടല്ലോ സവാളയ്ക്ക്, ഒന്ന് വാടട്ടെ. കണ്ടില്ലേ, ഉള്ളി ഇതുപോലെ സോഫ്റ്റ് ആവണം, കടിക്കാൻ പാടില്ല കേട്ടോ. ഉള്ളി അതിലുണ്ടെന്ന് പോലും അറിയില്ല, അല്ലെങ്കിൽ പിന്നെ മസാലയ്ക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല. അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടണ്ട കേട്ടോ. ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. പച്ചമുളക് മാത്രം നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി. ആവശ്യമില്ലാത്ത മസാലകളൊന്നും ഇടണ്ട, അതിലതിൻ്റെ ഒരു ടേസ്റ്റ്. ആ പിച്ചി വെച്ച ചിക്കനെ ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നല്ല യോജിച്ച് വരട്ടെ. മസാലയും ചിക്കനും ഉള്ളിയും ഗരം മസാലയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ടിപ്പാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ആ മസാലയിലോട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് അതും കൂടെ ഒന്ന് മിക്സായി. ഇനി ആ മസാല എല്ലാം ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് എല്ലാം നല്ല യോജിപ്പിച്ച്, ഇത്രയേ ഉള്ളൂ മസാല. ഇത് മാറ്റി വെക്കാവേ. ഇനി ആ മൈദാമാവില്ലേ അതൊന്ന് നമുക്ക് ബോളാക്കിയെടുക്കാം. ചെറിയ ബോള് ഇതുപോലെ ഓരോ ബോൾസാക്കി നമുക്കതിനെ പരത്തി കൊടുക്കാം. ഇത് പരത്തുമ്പോൾ കട്ടി കൂടാൻ പാടില്ലേ. അത്യാവശ്യം നല്ല നൈസായിട്ട് തന്നെ പരത്തിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ മാവ് പോലെ ഇരിക്കും. ഓവറായിട്ട് കട്ടി പാടില്ല നമ്മളിത് പരത്തുമ്പോഴേ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പരത്തി അങ്ങ് എടുത്താൽ മതി. പെട്ടെന്ന് പരക്കും കേട്ടോ, ഈസിയാണ്. ഇതുപോലെ അങ്ങ് പരത്തി എടുത്താൽ മതി. ഇനി അതിനെ ഞാനൊരു പിസ്സ കട്ടർ വെച്ച് സ്ക്വയറാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് സ്ക്വയറാക്കി എടുത്തിട്ട് കണ്ടോ, ഇതുപോലൊരു ഇതാക്കിയിട്ട് ഇനി നടുക്കോട്ട് നമുക്ക് ആ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. ചിക്കൻ ഇല്ലെങ്കിൽ ഉള്ളി മസാല മാത്രം വെച്ചാലും മതി കേട്ടോ, നല്ല ടേസ്റ്റ്. ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ അതിലോട്ട് ആ ഒരു മുട്ട പുഴുങ്ങിയത് പകുതിയോ കാലോ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്നിട്ട് ഇത് ഈ 2 സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയിട്ട് ഈ 4 വശം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. കണ്ടില്ലേ, ഇനി ഒരു എണ്ണയും കയറത്തില്ല, ഒന്നും കയറത്തില്ല. ഒന്നും കൂടെ ഞാൻ പരത്തി കാണിച്ചു തരാം. ഇതുപോലെ നല്ല പരത്തി, കട്ടി കൂടാൻ പാടില്ല. ചെറിയ ബോളെടുത്ത് ഞാൻ കനം കുറച്ച് പരത്തുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ. ഇനി പിസ്സ കട്ടർ വെച്ച് 4 വശം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഷേപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒന്ന് ഷേപ്പ് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയല്ലേ കാണാൻ.
പിസ്സ കട്ടറോ പിച്ചാത്തിയോ വെച്ച് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് അതിലോട്ട് ചിക്കൻ മസാല വെച്ച് ഒരു അരയോ കാലോ മുട്ടയും കൂടെ വെക്കണം. ഞാനൊരു അര മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഇതുപോലെ. എന്നിട്ട് ഈ 2 സൈഡിൽ നിന്ന് വേണം ആദ്യം മടക്കാൻ. കണ്ടോ, മടക്കി വെച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വെച്ച് 4 വശം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ടേസ്റ്റി മുട്ട പപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത്. ഇതുപോലെ മസാല ഉണ്ടാക്കി നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. നമ്മൾ സമൂസായ്ക്കോ ഒക്കെ ഉണ്ടാക്കത്തില്ല എന്തെങ്കിലും ഇറച്ചി മസാല, അതെടുത്തിട്ട് ഇതുപോലെ മുട്ട വെച്ച് ചെയ്താലും മതി. കണ്ടില്ലേ, തിരിച്ചിടണം. ആ ഓപ്പോസിറ്റ് സൈഡിലെ മടക്കുള്ള ഭാഗം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ആ ഭാഗം നല്ല മൊരിയിച്ചെടുക്കണം കേട്ടോ. അവിടെ ഇച്ചിരി വേവാനുള്ളത്. ബാക്കിയെല്ലാം പെട്ടെന്ന് ക്രിസ്പായിക്കോളൂ. അകത്തെ മസാലയും നല്ല വെന്തതല്ലേ. ഈ പുറം ഭാഗം ഒന്നിങ്ങനെ ഇട്ട് ചെറിയ തീയിലിട്ട്, ഓവർ ചെറുതാവലും, ചെറിയ തീയാണെങ്കിൽ എണ്ണ കുടിക്കും. ആവശ്യത്തിന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കണം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി മലബാർ സ്റ്റൈൽ മുട്ട പപ്സ് റെഡി. കണ്ടില്ലേ, നല്ല ക്രിസ്പാണ് കേട്ടോ. നല്ല ക്രിസ്പായിട്ടുള്ള മുട്ട പപ്സ് കണ്ടില്ലേ. മസാലയൊക്കെ അകത്തെ മസാലയൊക്കെ നല്ല ടേസ്റ്റി കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.